ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ അതിന് മുന്നേക്ക് ഞാൻ തമാശക്കാണ് അന്നിങ്ങനെയൊക്കെ അവളുടെ ഇങ്ങനെ കാണിച്ചതും ഇതൊക്കെ വെറുതെ. അപ്പൊ ചേട്ടൻ ആ ഒരു സെൻസിൽ എടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ മാത്രല്ല, ഞാനും നൂറ് ആദ്യത്തിലേക്ക് എന്ത് തമാശ കാണിച്ചാലും ആ ഒരു സെൻസിൽ എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ച കാര്യമല്ല. അത് കുഴപ്പമില്ല, അങ്ങനെ തോന്നി, അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആണ്. ഫ്രീ എന്നൊക്കെ പറയുന്നത് അതേ അവസ്ഥയാണ്. അപ്പൊ അത് കഴിഞ്ഞ് അത് തീർന്നു. അന്ന് കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫ്രീ ആണ്. അതുകൊണ്ടാണ് നന്നായിട്ട് ചിരിക്കാൻ പോലും പറ്റണത്. ഇനി ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനൊന്നുമില്ല. വീണ്ടും പറയുന്നു, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യമാണത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചിരിച്ചതും പെട്ടെന്ന് ചമ്മിപ്പോയി. ഒരാളെ മുഖത്തോക്കിട്ടൊക്കെ ഇങ്ങനെ വിവാഹം കഴിച്ചാലോ എന്നൊക്കെ പറയുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു 10-11 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. അതിന് മുന്നേക്ക് ഒരുപാട് പഠിക്കുന്ന സമയത്തൊക്കെ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിന് ശരി ഇൻഡസ്ട്രിയിൽ മുഖത്തോക്കി ആരും സംസാരിച്ചിട്ടില്ല. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിൽ ചിരിയും വരും, സന്തോഷം വരും. തിരിച്ചു തോന്നുന്നു വേണ്ടെന്നുള്ളത് നല്ല കാര്യമാണല്ലോ. അനുമോളുടെ ആ ഒരു ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു. അപ്പൊ എന്നോട് തെറ്റിദ്ധാരണയുള്ളത് അന്വേഷണത്തിനുള്ള പക്വതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഹോപ്പൊന്നുമില്ല. ആള് തന്നെ പറഞ്ഞ ആൾക്ക് മനസ്സിലായി. വീണ്ടും പറയും, പറഞ്ഞു. സത്യം.